സെയിലൊക്കെ ഇപ്പോൾ വെറും പ്രഹസനമാണ്. അതിപ്പോൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും രണ്ടുപേരും നല്ല രീതിക്ക് നമ്മളെ പറ്റിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിനാണ് ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് ഈ ഓഫേഴ്സിലൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പറ്റുക. പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺസിന്. അല്ലാത്തവർക്ക് ഇങ്ങനെ വായും പൊളിച്ചിരിക്കാൻ എന്നല്ലാണ്ട് ഒരു ഉപയോഗവും ഇല്ല. എന്താണ് അതിൻ്റെ റീസൺ എന്ന് അറിയത്തില്ല. പിന്നെ ആമസോൺ ഇപ്പോൾ കുറച്ച് കൂപ്പൺസ് തരുന്നുണ്ട്. അതിന് എക്സാമ്പിൾ നമ്മുടെ റിയൽമി നാസോ 70 പ്രോയ്ക്ക് 2750 രൂപ കൂപ്പൺ വന്നിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ബാങ്ക് ഓഫർ അല്ല, ഒരു കൂപ്പൺ ആണ്. സോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡെബിറ്റ് കാർഡ് ആയിക്കോട്ടെ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ ഏത് ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ലാഭത്തോട് കൂടിയിട്ട് പ്രത്യേകിച്ച് 256 നമുക്കിപ്പോൾ മേടിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും അതുപോലുള്ള ഓഫേഴ്സ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ട് ഫ്ലാഗ്ഷിപ്പ് സെയിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന കുറച്ച് ഇയർബഡ്സ്. അത് 1000, 1500, 2000, 2500 റേഞ്ച്. എല്ലാ ബ്രാൻഡുകളും പറയത്തില്ല, അതുപോലെ തന്നെ എല്ലാ മോഡൽസും പറയത്തില്ല. സോ ഞാൻ ഈ പറയുന്നതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും അറിയണം അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് ഇതിലില്ല എന്നെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ, ഞാൻ അതിനങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യാവേ. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇയർബഡ്സുകളുടെ കേസ് ഇപ്പോൾ പ്രീമിയം ക്വാളിറ്റി ആണെങ്കിലും നോർമൽ ക്വാളിറ്റി ആണെങ്കിലും ഇൻസ്റ്റോളുള്ള ദീപ് സ്റ്റോൾ എന്നുള്ളൂ അവിടെ നിങ്ങൾക്ക് മേടിക്കാം. മറ്റുള്ള എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും മിതമായ നിരക്കിൽ. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. ഇയർബഡ്സ് ഉള്ളവരും അതല്ല ഇയർബഡ്സ് വാങ്ങിക്കാൻ പോകുന്നവരും കേസ് കവറിന് വേണ്ടി. അപ്പോൾ ആദ്യം നമുക്ക് 1000 രൂപയ്ക്കുള്ളിൽ നോക്കുവാണെങ്കിൽ ബോട്ട് എയർഡ്രോപ്സ് ആൽഫ 699 രൂപയാണ്. കൂടാതെ ബോട്ട് എയർഡ്രോപ്സ് 131 അതും 699 രൂപ തന്നെയാണ്. ബോട്ടിലൊരു ഹാഫ് ഇൻ ഇയർ TWS ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ രണ്ട് പ്രോഡക്റ്റുകൾ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കൂടാതെ ബീസ് മോഡ് നിങ്ങൾക്ക് ഈ ഒരു ഹാഫ് ഇൻ ഇയർ വേണമെങ്കിൽ ആൽഫ മാത്രം എടുക്കുക. 131 ബീസ് മോഡ് ഇല്ല. ഇനി അടുത്തത് ബോൾട്ടിലേക്ക് വരണമെങ്കിൽ അവരുടെ ഒരു ഹാഫ് ഇൻ ഇയർ എന്ന് പറയുമ്പോൾ എക്സ്പോർട്സ് പ്രോ ആണ്. കുറേ നാൾ ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് സെയിലിന് കാണുന്നില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ നമ്മുടെ ഗോഡ് സെയിൽ മുതൽ ഇത് വീണ്ടും അങ്ങോട്ട് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. 699 രൂപ തന്നെയാണ് ഇപ്പോൾ ഇതിനും കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നത് ഹാഫ് ഇൻ ഇയറിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ ആൽഫ ആയിരിക്കാം, കാരണം സ്പെക് വൈസ്. പക്ഷേ അതിനും കുറേ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹാഫ് ഇൻ ഇയർ ആകുമ്പോഴത്തേക്ക് പൊതുവെ നമുക്ക് ഇയർ പെയിൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം. എന്നാൽ ചിലർക്ക് ഈ ഹാഫ് ഇൻ ഇയർ മാത്രമേ സ്യൂട്ട് ആവത്തുള്ളൂ, അതാണ് വേറൊരു പ്രശ്നം. എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മറ്റുള്ളവരുടെയൊക്കെ റിവ്യൂ നോക്കിയിട്ട് അവരുടെ വെയറിംഗ് കംഫർട്ട് ഒക്കെ എന്തൊക്കെയാണ് പറയുന്നതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം അങ്ങോട്ട് കൺഫേം ചെയ്യുക. കൂടാതെ ബോട്ട് എയർഡ്രോപ്സ് 161 പുതിയ വേർഷൻ, പഴയതല്ല, പഴയത് 899 ആണ്. ഞാൻ അതല്ല പറയുന്നത്, പുതിയതാണ് വിത്ത് ബീസ് മോഡ് 50 ms ലോ ലേറ്റൻസി മോഡൊക്കെ വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. 1099 രൂപയ്ക്ക് ഇറങ്ങിയ പ്രോഡക്റ്റ് ഇപ്പോൾ നമുക്ക് 999 ആണ്. ഉറപ്പായിട്ടും 1000 രൂപയ്ക്ക് നല്ലൊരു ഡീലാണ്. എയർഡ്രോപ്സ് 161 എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ്. കൂടാതെ അത്യാവശ്യം നല്ല മൈ ക്വാളിറ്റി ഉണ്ട്. ഗെയിം ഒക്കെ കളിക്കാം. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. റീസെൻ്റ് ആയിട്ട് നമ്മുടെ ചാനൽ ഇത് അൺബോക്സ് ചെയ്തു. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ദീപ് സ്റ്റോൾ എന്നുള്ളൂ. നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന എല്ലാ ഗാഡ്ജറ്റ്സും അവിടെ സെയിൽ ചെയ്യാറുണ്ട്. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച് തന്നെയാണ് ഇതും കിട്ടുക. നിങ്ങൾക്കിപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ ഓഫർ സമയത്ത് 990 ആണെങ്കിൽ അതിനേക്കാളും കാശ് കുറച്ച് തന്നെയാണ് നിങ്ങൾക്ക് ഇത് അവിടെ കിട്ടുക. ജസ്റ്റ് അൺബോക്സ്ഡ് പീസാണ്, അല്ലാണ്ട് വെറുതെ ഉപയോഗിച്ചതൊന്നും അല്ല. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ W40 നോർമലി നമുക്ക് എല്ലാ ഓഫർ സമയങ്ങളിലും 990 കിട്ടും. അത് തന്നെയാണ് ഇപ്പോഴും കാണാൻ പറ്റുക. എന്നാൽ അതിൻ്റെ നോർമൽ റേറ്റ് 1299 ആണ്. 1000 രൂപയ്ക്കുള്ള ഉറപ്പായിട്ടും ബോൾട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് W40 തന്നെയാണ് ബെറ്റർ. കൂടാതെ ബോട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ 161 വാങ്ങിക്കുക. അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി 1500 രൂപയ്ക്കുള്ള നോക്കുന്നെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആയിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഓപ്പോ എൻകോ ബഡ്സ് 2 1699 രൂപയുടെ നോർമൽ റേറ്റ്. എന്നാൽ നമുക്കിപ്പോൾ 1399 രൂപ കാണാം. കഴിഞ്ഞ ഓഫർ സെയിലിൽ നമുക്കത് 1499 രൂപയായിരുന്നു. എന്തായാലും 1400 രൂപയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീൽ എന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. 80 ms ലോ ലേറ്റൻസി മോഡ് ബ്ലൂടൂത്ത് വെർഷൻ 5.2 ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 28 hours എന്നാണ് ടോട്ടൽ പ്ലേ ടൈം. എന്നാൽ റിയൽമിയുടെ ബഡ്സ് T110 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് T100 ഒരു അപ്ഗ്രേഡ് വെർഷൻ ആണ്. 1299 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. 1499 നോർമൽ റേറ്റ്. ഓപ്പോ എൻകോ ബഡ്സ് 2 മേടിക്കണോ T110 മേടിക്കണോ എന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും T110 ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. ഈവൻ 88 ms ആണ് നമുക്ക് ഈ ഒരു T110 ഒരു ലോ ലേറ്റൻസി മോഡ്. പക്ഷേ മറ്റേ ഓപ്പോ എൻകോ ബഡ്സ് 2ലേക്ക് വരുമ്പോഴത്തേക്ക് 80 ms. എന്നാൽ ബ്ലൂടൂത്ത് വെർഷൻ 5.4 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ നമ്മുടെ T110. സോ അത് തന്നെയാണ് ഞാൻ മെയിനായിട്ട് ഞാൻ T110 സജസ്റ്റ് ചെയ്യുന്നത്. കൂടാതെ 38 hours ആ ഒരു പ്ലേ ടൈം ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും T110 ആണ് ബെറ്റർ. എന്നാൽ ഓപ്പോയുടെ ഒരു പ്രോഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോവുക, നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് 2ലേക്ക് പോവുക. കൂടാതെ ബോട്ട് എയർഡ്രോപ്പ് സുപ്രീം 1299 രൂപയ്ക്ക് ബ്ലൂ കളർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കളറും ബ്ലാക്ക് അടക്കം നമുക്ക് 1399 രൂപയ്ക്ക് എടുത്തുള്ളൂ. ഇൻ ഇയർ ഡിറ്റക്ഷൻ ഒക്കെ വേണം എന്നുള്ള ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ബോട്ട് എയർഡ്രോപ്പ് സുപ്രീമിലേക്ക് പോകാം.
ഇവിടെയും AI ENX ടെക്നോളജിയാണ്. സോ അത്യാവശ്യം നല്ല രീതിക്ക് മൈ ക്വാളിറ്റി ഇവിടെയും കാണാൻ സാധിക്കും. കൂടാതെ ബോട്ട് എയർഡ്രോപ്സ് 131 Elite ANC ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എന്നാൽ പോലും സ്പെക് വൈസ് ഉറപ്പായിട്ടും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പ്രത്യേകിച്ച് 1300 രൂപയ്ക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വേണം, ഇൻ ഇയർ ഡിറ്റക്ഷൻ വേണം, പിന്നെ എന്താ പറയുക ബീസ് മോഡ് വേണം, അത് വേണം, ഇത് വേണം, ചപ്പു ചവറ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു 131 Elite ANCയിലുണ്ട്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നമ്മുടെ ചാനൽ കാണണമെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ കേട്ടോ. 1300 രൂപയ്ക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഡീൽ തന്നെയാണ്. ഇനി 2000 രൂപയ്ക്കുള്ളിൽ പോകുന്നെങ്കിൽ ആദ്യം പറയാനുള്ളത്, ഞാൻ ഈ ആദ്യം പറഞ്ഞു വെച്ചാൽ നിങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് പറയുന്നുള്ള ഏറ്റവും വില കുറഞ്ഞതുകൊണ്ട് നിർവാണ അയോൺ 1599 ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ കുറേ നാളായിട്ട് ഇപ്പോൾ 1699 1599 റേഞ്ച് തന്നെയാണ് വരിക. കഴിഞ്ഞ ഗോഡ് സെയിൽ പ്രൈം ഡേയിലൊക്കെ തന്നെ നമുക്ക് 1498 രൂപയിൽ വന്ന സാധനമാണ് ഇപ്പോൾ 1599 എന്നുള്ളത് ഓർക്കണം. സോ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ബിഗ് ബില്യൺ ഡേയ്സിലൊക്കെ ഇതിനേക്കാളും കാശ് കുറയും. എന്നാൽ നിങ്ങൾക്ക് 1600 രൂപയ്ക്ക് ഇപ്പോൾ അത്യാവശ്യമാണ് നിങ്ങൾക്ക് വാങ്ങിച്ചാലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വാങ്ങിച്ചോളൂ, ഒരു കുഴപ്പമില്ല. കൂടാതെ ബോൾഡ് ക്ലാരിറ്റി 3 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ് ടു 40 dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. സ്പെക് വൈസ് ഉറപ്പായിട്ടും 2000 രൂപയ്ക്ക് വേർത്താണ്. ഇതുവരെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, ഉടനെ തന്നെ അതിന്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ കാണും. ഉറപ്പായിട്ടും സ്പെക് വൈസ് ഞാൻ വേറൊന്നും പറയുന്നില്ല, സ്പെക് വൈസ് നല്ലൊരു ഡീൽ തന്നെയാണ് 1999 രൂപയ്ക്ക്. ചിലപ്പോൾ നോർമൽ റേറ്റ് ഇതിനേക്കാളും കാശ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബോൾട്ട് പൊതുവെ C40 അൾട്ര ഒക്കെ ഉണ്ടല്ലോ, 1999 സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആ റേറ്റ് തന്നെയാണ്. സോ അങ്ങനെ വെച്ച് നോക്കണമെങ്കിൽ ചിലപ്പോൾ ക്ലാരിറ്റി 3യും ഇതേപോലെ 1999 തന്നെ അങ്ങനെ സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി റിയൽമി ബഡ്സ് T300 1999 ഇപ്പോൾ കാണാം 2299 നോർമൽ റേറ്റ്. അപ് ടു 30 dB മാത്രമാണ് ഇവിടെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. അതർവൈസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബെറ്റർ ഓൺ തന്നെയാണ്. 2000 രൂപയ്ക്ക് വേർത്താണ്, അതിൽ വേറെ സംശയമില്ല. റിയൽമിയുടെ ഒരു പ്രോഡക്റ്റ് വേണം, റിയൽമി ബ്രാൻഡ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ. കൂടാതെ CMF ബഡ്സ് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എന്നാൽ പലരും ബേസ് അത്രയും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് ഭയങ്കര വലിയ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടിൽ ആ ഒരു ബേസ് ഇഷ്ടമല്ല. അത് ചിലപ്പോൾ നമ്മുടെ റിയൽമി T300 കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നല്ല ഡീപ്പായിട്ടുള്ള ബേസ് ഉണ്ട്. പേഴ്സണലി എൻ്റെ ഒരു കാര്യം, അതെനിക്ക് കൂടുതൽ എന്താ പറയുക, എൻ്റെ വാക്കുകളെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. സോ പേഴ്സണലി എനിക്കിഷ്ടം CMF ബഡ്സ് ആണ്. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ബേസ് എൻഹാൻസ്ഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു T300 പോകാം. CMF ബഡ്സിൻ്റെ പ്രത്യേകത ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ നമുക്കത് നമ്മുടെ ഇതിനകത്ത് ആപ്പ് സപ്പോർട്ട് ആവും. പക്ഷേ T300 ആണെങ്കിൽ iOS-ൽ റിയൽമി ലിങ്ക് ആപ്പ് സപ്പോർട്ട് ആവത്തില്ല. സോ അങ്ങനെ കുറേ ഡിസഡ്വാൻറ്റേജസ് നമ്മുടെ റിയൽമി T300 എന്നാൽ CMF-ൽ അങ്ങനെയുള്ള കുറേ ആപ്പ് സപ്പോർട്ട് പോലത്തെ ഉള്ള കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എടുക്കാനും സാധിക്കും. ഇനി അടുത്തത് OnePlus Nord Buds 2R. OnePlus-ന്റെ വേണമെങ്കിൽ മാത്രം അത് എടുത്താൽ മതി, അല്ലെങ്കിൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ജസ്റ്റ് ആൻ ഇയർബഡ് അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ 2R. കാരണം പ്രത്യേകിച്ച് അതിലൊന്നുമില്ല. എന്നാൽ 1699 രൂപ കൊടുക്കുകയും വേണം. എന്നാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ OnePlus തന്നെ വേണം, അവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു OnePlus Buds 2R സജസ്റ്റ് ചെയ്തത്. ഇനി 2500 രൂപയ്ക്കുള്ള രണ്ട് പ്രോഡക്റ്റുകളാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ റിയൽമി ബഡ്സ് T310 തന്നെയാണ്. 2199 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ എത്തിയിട്ടുണ്ട്. പ്രോഡക്റ്റ് നാളെ അങ്ങോട്ട് എത്തും. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ടുമാറോ എത്തും എന്നാണ് പറയുന്നത്. എന്തായാലും ആ ഒരു പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ മ്യൂസിക് ക്വാളിറ്റി, മൈ ക്വാളിറ്റി, ലോ ലേറ്റൻസിന്റെ കാര്യമൊക്കെ കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ സ്പെക് വൈസ് കുഴപ്പമില്ല. 2200 രൂപയ്ക്ക് നമ്മുടെ റിയൽമി T300 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ഇനി അതല്ല CMF വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു 40 dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്. എന്നാൽ ഇൻ ഇയർ ഡിറ്റക്ഷൻ ഉണ്ടോ, ഇനി അതല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രോഡക്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യൂ, ആ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ നിങ്ങൾ കാണും ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ. ഇനി അടുത്ത CMF ബഡ്സ് പ്രോ, ഒരു മൈ ക്വാളിറ്റി ഇമ്പോർട്ടൻസിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ പ്രയോറിറ്റി നിങ്ങളുടെ കോളിംഗ് ആണെങ്കിൽ മാത്രം ഇത് വാങ്ങിച്ചാൽ മതി. അതർവൈസ് ഇത് മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം 2499 നോർമലി കുറേ നാൾ ഇതിന്റെ വില 2499 ആയിരുന്നു. പിന്നെ ഈ ഒരു ബഡ്സ് ഇറങ്ങിയ സമയത്താണ് ഇവർ അതങ്ങോട്ട് 2999 പോയത്. പക്ഷേ 2999 ഒരു ഉപയോഗമില്ല ആക്ച്വലി. ഒരു ബഡ്സ് പ്രോ 2500 രൂപയ്ക്ക് കുഴപ്പമില്ല ഫോർ കോളിംഗ് പേർപ്പസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ. നിങ്ങൾക്ക് ആ ഒരു ഫ്ലിപ്കാർട്ട് ഫ്ലാഗ്ഷിപ്പ് സെയിൽ 2024 വാങ്ങിച്ചാൽ വത് ബൈങ് ആകുന്ന, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഇയർബഡ്സുകളുടെ വിശേഷങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കുറച്ച് നീണ്ടുപോയി എന്നറിയാം, എന്നാൽ പോലും എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 11:45 ലൈവ് ഞാൻ വരുന്നുണ്ട്. സോ അവിടെയും നിങ്ങൾക്ക് വന്നിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.